الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടവരാണ്, ചിന്തിക്കേണ്ടവരാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടിയെടുക്കാനുള്ള മൂല്യവത്തായ കർമ്മങ്ങൾ നിറക്കപ്പെടേണ്ട കലവറയാണ് അവൻ്റെ ആയുസ് എന്നുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ ആരെങ്കിലും ഒരാൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും അത്. ഇതൊരു മനുഷ്യനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി എന്തോ ഒന്ന് ചോദിച്ചു, അതവൻ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അത് വാങ്ങിക്കൊടുക്കാനുള്ള ബാലൻസ് നമ്മുടെ കയ്യിലില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ നടത്തുമ്പോൾ ആ വിചാരണക്കൊടുവിൽ സ്വർഗത്തിൽ പോകാനുള്ള അമലുകൾ, സ്വർഗത്തിൽ പോകാനുള്ള പ്രവർത്തികൾ നമ്മുടെ കർമ്മ പുസ്തകത്തിലില്ല എങ്കിൽ ആ സന്ദർഭത്തെ എങ്ങനെയായിരിക്കും നമ്മളൊക്കെ അഭിമുഖീകരിക്കുക? ഈ പള്ളിയിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, സംസാരിക്കുന്ന ഞാനും അത്തരമൊരു സന്ദർഭത്തെ നേരിടേണ്ട ആളുകളാണ് എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗൗരവമായ ആലോചനകൾ നടത്തേണ്ടവരാണ് വിശ്വാസികൾ എന്ന് പറയാനുള്ള കാരണം. നമ്മൾ എന്ത് ചെയ്താലും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ പരലോകത്ത് അത് ബാക്കിയാകുമെന്നാണ്
നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന നിയമം. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തോ അതിന്റെ ഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ആര് ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തോ അത് അവൻ കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത്, ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 110-ാമത്തെ വചനമാണ്. അല്ലാഹു പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്തു വെച്ചാലും അതിന്റെ ഫലം അല്ലാഹുവിങ്കൽ അവൻ കണ്ടെത്തുമെന്നാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന്റെ ഫലം നമ്മൾ കണ്ടെത്തും. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ സമയത്തെ, നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ആയുസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയുസ്സിൽ ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള, നന്മകൾ ഏറെ ചെയ്യാനുള്ള സമയങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില പ്രത്യേക സമയങ്ങളുണ്ട്, ചില പ്രത്യേക ദിവസങ്ങളുണ്ട്, ചില പ്രത്യേക മാസങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. എന്തിന് നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം? അതിനാണ് ഞാൻ ആദ്യം തന്നെ 2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് നാളെ പരലോകത്ത് കാണും. ആ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തി ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും തള്ളിവിടുമ്പോൾ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ആയുസ്സിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കണം. നമുക്ക് മാതൃക നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചക തിരുമേനി നമ്മൾ ഇപ്പോഴുള്ള മാസം ഷഅബാൻ മാസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മാസമായി കൊണ്ട് കണ്ട മാസമാണ്. വിശ്വാസികൾ പലപ്പോഴും ഈ മാസത്തെ അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ ഗൗരവമായി കണ്ടിരുന്നു. ഹിജ്റ കലണ്ടറിലെ 8-ാമത്തെ മാസമാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ മാസം. റജബിനും വിശുദ്ധ റമദാനിനും ഇടയിലുള്ള മാസം. റജബ് മാസം പവിത്രമായ മാസമാണ്. 4 മാസങ്ങൾ പവിത്രമാണ്. അതിലെ ഏറെ പ്രത്യേകതയുള്ള മാസമാണ് റജബ് മാസം. എന്നാൽ റമദാൻ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണ്, നമുക്കറിയാം. ആ റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ഒരു മാസമാണ് ഷഅബാൻ മാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ മാസത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നോക്കിക്കണ്ട മഹാനായ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലം അറാക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ ചോദ്യം, നബിയെ, അങ്ങ് ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും റമദാൻ ഒഴികെ അങ്ങ് നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് അതിന്റെ കാരണം? റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പ് നോറ്റ മാസം ഏത് മാസമാണ്? ഷഅബാൻ മാസമാണ്. നബി പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഈ ഷഅബാൻ എന്ന് പറഞ്ഞാൽ അതൊരു മാസമാണ്. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? അടുത്ത വാചകം നമുക്കുള്ള വാചകമാണ്. നബി പറഞ്ഞു, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. ജനങ്ങളിൽ അധിക ആളുകളും, ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയിലാകുന്ന, ശ്രദ്ധയില്ലാത്തവരായി ജീവിക്കുന്ന റമദാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ് ഷഅബാൻ മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നിട്ട് നബി കൂട്ടിച്ചേർത്തു, വഹുവ ശഹ്റുൻ, ആ മാസം എന്ന് പറഞ്ഞാൽ തുർഫഉ ഫീഹിൽ അഅമാൽ, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇല റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ, ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം അതേത് മാസമാണ്? അത് നമ്മൾ ഇപ്പോഴുള്ള ഷഅബാൻ മാസമാണ്. ഷഅബാനിനെ ആരാധനകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധന്യമാക്കി. 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നെന്താ? ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസം.
ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസം. ഇത് നമുക്കുള്ള താക്കീതാണ്. ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ശഅബാൻ മാസം. നമ്മൾ ആ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് ഉത്തരം പറയേണ്ട കാര്യമാണ്. റജബ് മാസം കഴിഞ്ഞു. റജബിന് പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. ഇനിയോ വരാൻ പോകുന്നത് പുണ്യങ്ങൾ കൊണ്ട് ധന്യമായ റമദാൻ മാസമാണ്. ആ റമദാനിനെ സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും റമദാനിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുമാണ് നമ്മൾ. എന്നാൽ നബി പഠിപ്പിച്ചതുപോലെ ഈ 2 മാസങ്ങൾക്കിടയിലുള്ള ശഅബാൻ മാസത്തിൽ നമ്മുടെ ആരാധനകൾ എപ്രകാരമാണ്? നമ്മുടെ ദീനുമായി കൊണ്ടുള്ള ബന്ധം ഏതു രീതിയിലാണ്? ഇതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രവാചകന്റെ വാചകം അതാണ്. ജനങ്ങളിൽ അധിക ആളുകളും അശ്രദ്ധരാകുന്ന മാസമാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതെ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ട, നന്മകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താ? കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ശഅബാനിന്റെ പ്രത്യേകതയാണത്. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ, വിശ്വാസിയുടെ അമലുകൾ അത് ഉയർത്തപ്പെടുന്നതിന് പണ്ഡിതന്മാർ 3 രീതികൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രീതിയിലാണ്. ഒന്ന്, എല്ലാ ദിവസവും സുബഹിക്കും അസറിനും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന അമലുകൾ സുബഹിക്കും അസറിനും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യതഅഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. നിങ്ങളുടെ ഇടയിൽ ചുറ്റിപ്പറ്റി ഉള്ള ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ രാത്രിയുടെയും പകലിന്റെയും മലക്കുകളാണ്. ആ മലക്കുകൾ അവർ 2 കൂട്ടരും ഒരുമിക്കുന്ന സമയത യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. 2 കൂട്ടരും ഒരുമിക്കുന്ന സമയം അത് അസറിന്റെ സമയമാണ്, ഫജ്റിന്റെ സമയമാണ്. അഥവാ 2 വിഭാഗം മലക്കുകൾ. അതിലൊരു വിഭാഗം ആളുകൾ പകലിൽ നമ്മുടെ കൂടെ ഉണ്ട്. ആ ആളുകൾ മടങ്ങിപ്പോകും. മറ്റൊരു വിഭാഗം ആളുകൾ വരും. അവർ രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ട മലക്കുകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. ആ മലക്കുകൾ പരസ്പരം സംഗമിക്കുന്ന സമയത്താണ്. ഒന്ന് അസറിന്റെ സമയമാണ്, ഒന്ന് ഫജ്റിന്റെ സമയമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവര് മുകളിലേക്ക് കയറിപ്പോകുന്ന മലക്കുകൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൈഫ തറക്തു ഇബാദി. മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവരുടെ ജോലി കഴിഞ്ഞ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ്, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചവര് ഉപരിലോകത്തേക്ക് കയറിപ്പോകുമ്പോൾ റബ്ബിന്റെ ചോദ്യം, കൈഫ തറക്തും ഇബാദി. നിങ്ങൾ എങ്ങനെയാണ് എന്റെ ദാസന്മാരെ, മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? നിങ്ങൾ പോരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് ഫയഖൂലൂൻ, മലക്കുകൾ പറയും, തറക്നാ വഹും യുസല്ലൂൻ. തറക്നാ വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരെ വിട്ടുപോരുമ്പോൾ അവർ നിസ്കരിക്കുന്ന ആൾക്കാരായിരുന്നു. അവര് നമസ്കരിക്കുന്ന അസ്ർ നിസ്കാരത്തിലാണ്. അതേപോലെ തന്നെ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. അവർ ഫജ്ർ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എല്ലാ ദിവസവും പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്, എല്ലാ ദിവസവും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ആഴ്ചയിലെ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, അല്ലാഹുവിലേക്ക് ഉയർത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅമാലു യൗമൽ ഇത്നൈനി വൽ ഖമീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. ഏത്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വൈമുൻ. ഞാൻ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോൾ നോമ്പുകാരനായി എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിലുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതിയാണ് നമ്മൾ മുകളിൽ കേട്ട ഹദീസിലുള്ളത്, ശഅബാൻ മാസം. ശഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ മുഴുവൻ കർമ്മങ്ങളെയും, ഒരു വർഷത്തിലെ മുഴുവൻ അമലുകളെയും, അഥവാ ശഅബാൻ മാസം വരെയുള്ള എല്ലാ അമലുകളും, ആ വർഷത്തിലെ മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലെ പ്രയോഗം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസം അത് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന
പരിശുദ്ധമായ ഈ മാസം, ഏറെ ശ്രേഷ്ഠതകളുള്ള മാസം, ഈ മാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാപണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം മഹാപണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ദിവസേനയുള്ള അള്ളാഹുവിലേക്കുള്ള കർമ്മങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ മാത്രം കർമ്മങ്ങൾ, ഒരു ദിവസത്തെ മാത്രം കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. അതേപോലെ തന്നെ ഒരാഴ്ചത്തെ കർമ്മങ്ങളുടെ സംഗ്രഹമാണ്, അതിന്റെ ഒരു രൂപമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്നാൽ ഒരു വർഷത്തെ മൊത്തം കർമ്മങ്ങളുടെ ഒരു ഫൈനൽ റിപ്പോർട്ടാണ് ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അവിടെ വെച്ചാണ് അവന്റെ റിസ്ഖ്, അതേപോലെ തന്നെ അവന്റെ ആയുസ്, അത്തരം കാര്യങ്ങളിലൊക്കെ പുനരാലോചനകൾ, തീരുമാനങ്ങൾ വരുന്നത് എന്നൊക്കെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് കാണാൻ പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണിത്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണിത്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോൾ നല്ലത് ചെയ്യാൻ എന്ത് ചെയ്യണം? വിശ്വാസികൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പാഠം ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം അതേത് മാസമാണ്? അത് ഷഅബാൻ മാസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റമദാൻ അല്ലാതെ മറ്റൊരു മാസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഹദീസിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ചില ആളുകൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മാത്രമാണ് പൂർണ്ണമായി നോമ്പ് നോറ്റത്, അതിൽ സംശയമല്ല. ഹദീസിന്റെ പ്രയോഗം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ. റമദാൻ കഴിഞ്ഞാൽ മറ്റൊരു മാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ പോലെ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വബയാനു അന്ന ഖൗലഹ കുല്ലഹു ഐ ഗാലിബഹു. ഇതിലെ മാസം മുഴുവൻ എന്ന് പറഞ്ഞാൽ, എല്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികമായി ഗാലിബഹു എന്നാണ്, ഭൂരിഭാഗവും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പം റമദാനിൽ മാത്രമാണ് നബി പൂർണ്ണമായി നോമ്പ് നോറ്റത്, 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം. അല്ലാത്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം അത് ഷഅബാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സാധ്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഷഅബാൻ മാസത്തിൽ നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ചില അനാചാരങ്ങളുണ്ട്, ചില ബിദ്അത്തുകളുണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷഅബാൻ 15 അന്ന് ബറാഅത്ത് രാവ് ആണ് എന്ന് വിചാരിക്കുന്ന അത്തരം ഒരു നോമ്പ് നോൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബറാഅത്ത് നോമ്പ് എന്നാണ് സാധാരണ പറയുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പില്ല. അങ്ങനെ ഒരു നോമ്പ് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? ഷഅബാൻ 15 നോമ്പ് നോക്കാൻ പറ്റും, നോമ്പ് നോക്കാൻ പറ്റും. ഷഅബാൻ 15 രണ്ട് രീതിയിൽ നോമ്പ് നോൽക്കാം. ഒന്ന്, അറബി മാസങ്ങളിലെ 13, 14, 15 തീയതികളിൽ നോമ്പ് നോൽക്കാം. അത് അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പാണ്. അറബി മാസങ്ങളിലെ എല്ലാ അറബി മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം. അപ്പൊ ആ രീതിയിൽ ഷഅബാൻ 15 ഒരാൾക്ക് എന്ത് ചെയ്യാം? അയ്യാമുൽ ബീദിന്റെ നോമ്പ് നോക്കാം. മറ്റൊരു രീതി ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ്. അപ്പൊ ഒരാൾ ആ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഷഅബാനിൽ 15 അന്ന് നോമ്പ് നോറ്റു, 13 നോമ്പ് നോറ്റു. ഒരു പ്രശ്നമല്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഏതാണ് ബിദ്അത്ത്? ഷഅബാൻ 15 അന്ന് പ്രത്യേകം നോമ്പുണ്ട് എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എന്ന രീതിയിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അത് ബിദ്അത്താണ്. സാധാരണ ആ നോമ്പ് നോൽക്കുന്ന ആളുകള് അവർ പറയുന്ന ഒരു ഹദീസ്, ഇദാ കാനത് ലൈലത്തുൽ നിസ്ഫു മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ എന്ന് പറയാറുണ്ട്. ഇതാണ് ഹദീസ്. ഈ ഹദീസ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷഅബാൻ പകുതിയായാൽ, അതിന്റെ 15 ആയാൽ അതിന്റെ രാവ് നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്നാണ് ഹദീസിലുള്ളത്. ഇബ്നു മാജയാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, ഇമാം തുർമുദി അല്ല, ഇബ്നു മാജയാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഈ ഹദീസിനെ കുറിച്ച് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത്, ഹദീസിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ഈ ഹദീസ് മൗദൂആയ ഹദീസാണ്. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച ഹദീസ്, കെട്ടിയുണ്ടാക്കിയ ഹദീസ്, പ്രാമാണികമല്ലാത്ത പിൽക്കാലഘട്ടങ്ങളിൽ ആളുകൾ കെട്ടിച്ചേർത്ത ഹദീസാണ്, കെട്ടിയുണ്ടാക്കിയ ഹദീസാണ് ഷഅബാൻ 15 അന്ന് നോമ്പ് നോൽക്കുക എന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബറാഅത്ത് നോമ്പ് നോൽക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് ബിദ്അത്തായ നോമ്പാണ്. ഉള്ള നോമ്പ് നോറ്റാൽ മതി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നോമ്പുകളാണ് നമ്മൾ നോൽക്കേണ്ടത്. അതേപോലെ ഷഅബാൻ 15 രാവിൽ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ചില ആളുകൾ എന്ത് ചെയ്യും?
ഒരു പ്രത്യേക നമസ്കാരം സംഘടിപ്പിക്കുന്ന കാണാൻ പറ്റും. പ്രത്യേക നിസ്കാരം, യാതൊരു അസ്വലുമില്ലാത്ത, യാതൊരു അടിത്തറയുമില്ലാത്ത 100 റക്അത്ത് നിസ്കാരം എന്നാണ്. 100 റക്അത്ത് നിസ്കരിക്കുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള നിസ്കാരം ഏതാ? എണ്ണങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ സാധാരണ പറയാം ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നമസ്കാരം അല്ലേ, മകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചത്. അതാണ് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ദൈർഘ്യമുള്ള, അഥവാ എണ്ണത്തിൽ ദൈർഘ്യമുള്ള, ഒരുമിച്ച് നമസ്കരിക്കേണ്ട നമസ്കാരം. 100 റക്അത്തുള്ള നിസ്കാരം നബി പഠിപ്പിച്ചിക്കണോ? ഇല്ല. അങ്ങനെ ഒരു നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് അസ്സലാത്തുൽ മഅറൂഫത്തി ബിസ്സലാത്തി റഗായിബ് വഹിയ 12 റക്അത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ ലൈലത്തൻ അവ്വല ജുമഅത്തിൻ ഫി റജബ് വസലാത്തു ലൈലത്തി നിസ്ഫു ശഅബാൻ 100 റക്അ വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി വമുൻകറാൻ. അതിന്റെ അവസാന വാചകം എന്താ? വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാൻ. ഈ സ്വലാത്ത് അഥവാ റജബിലൊരു നിസ്കാരമുണ്ട്, ഷാബാൻ 15 നിസ്കാരമുണ്ട്. ആ 2 നിസ്കാരം ബിദ്അത്താണ്, അത് മുൻകറത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നവവി ആരാ? 2ാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷാബാൻ മാസത്തിൽ ബിദ്അത്തുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഷാബാന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി, നബി എങ്ങനെയെന്ന് അറിഞ്ഞു, ആ രീതി നമ്മൾ സ്വീകരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രവാചകനിൽ നിന്ന് മാതൃകയില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. 4 പോയിന്റുകളിലേക്ക് ആ മൊത്തം കാര്യങ്ങൾ നമ്മൾ ചുരുക്കിയാൽ പല ആളുകളും ചോദിക്കും, എന്താണ് ഷാബാനിൽ വിശ്വാസികൾ ചെയ്യേണ്ടത്? ആ കാര്യങ്ങൾ നമുക്ക് 4 പോയിന്റുകളിലേക്ക് ചുരുക്കി മനസ്സിലാക്കാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി നോമ്പ് നോറ്റു, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 2ാമത്തത്, ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. ഈ മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആൻ ഓതാൻ സലഫുകളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ ഷഹ്റുൽ ഖുറാ, ഖിറാഅത്തിന്റെ മാസം, പാരായണത്തിന്റെ മാസം, അല്ലെങ്കിൽ വായനക്കാരുടെ മാസം എന്നൊക്കെ ഷാബാൻ മാസത്തെ വിളിച്ചത്. അത്രമാത്രം അവര് വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാക്കിയ മാസമാണ് ഷാബാൻ മാസം എന്ന് കാണാൻ സാധിക്കും. 3ാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഈ മാസത്തിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പാപമോചനം നടത്താൻ, മനസ്സിലെ പകകൾ എടുത്തു കളയാൻ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ വിശ്വാസികൾ ശീലിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു തുടക്കം കുറിക്കേണ്ട മാസമാണ് ഷാബാൻ മാസം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. 4ാമത്തെ വിഷയം, സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഖളാ ആയ നോമ്പുകൾ, കഴിഞ്ഞ റമദാനിൽ നഷ്ടമായ നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള അവസാനത്തെ സമയമാണ് ഷാബാൻ മാസം. 1 വർഷം നഷ്ടമായ നോമ്പ് എപ്പോഴാണ് നോറ്റുവീട്ടേണ്ടത്? സാധാരണ പണ്ഡിതന്മാർ പറയാ, ഒരു വർഷത്തിൽ റമദാനിൽ നഷ്ടമായ നോമ്പ് നോറ്റുവീട്ടാനുള്ള സമയം അടുത്ത റമദാൻ വരെയാണ്. അടുത്ത റമദാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റമദാനിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡിന്റെ സമയങ്ങളിൽ നോമ്പുകൾ അവർക്ക് നഷ്ടമാകും. ആ നഷ്ടമായ നോമ്പുകൾ എന്ത് ചെയ്യണം? അവർ ഈ റമദാനിന്റെ മുമ്പ് നോറ്റുവീട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനാൽ, പ്രവാചകന് സേവനം ചെയ്യുന്നതിനാൽ എനിക്ക് നഷ്ടമായ നോമ്പുകൾ ഷഅബാനിലാണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്? നോറ്റുവീട്ടാറുള്ളത്. അപ്പോഴാണ് എനിക്കതിന് സാധിച്ചിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റമദാനിൽ നഷ്ടമായ നോമ്പുകൾ എന്ത് ചെയ്യണം? എത്രയും വേഗം നോറ്റുകൂട്ടണം. എന്നാൽ ചില സഹോദരികൾക്ക് അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾ, അത്തരം ആളുകൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അവർക്കതിന് കഴിയുന്നില്ല എങ്കിൽ എപ്പോഴാണ് അവർക്ക് കഴിയുന്നത്? ആ കഴിയുന്ന സമയത്ത് വേഗം എന്ത് ചെയ്യണം? അവർ നോമ്പ് നോറ്റുകൂട്ടുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ റമദാനിന്റെ പടിവാതിൽക്കലാണ്.
ഷാബാനിലെ ഒരാഴ്ച നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഏകദേശം അതിന്റെ മധ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണം. വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇനി റമദാനിലേക്ക് നമുക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ഖുതുബകളിൽ റമദാനുമായി ബന്ധപ്പെട്ടതിന്റെ അഹ്കാമുകൾ, അതിന്റെ വിധികൾ, അതിന്റെ വിലക്കുകൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ റമദാനിനെ പ്രത്യേകം സ്വീകരിക്കാൻ തയ്യാറാക്കണം. മഹാനായ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ പറഞ്ഞൊരു വാചകം, ഇദാ ദഖല ഷഅബാൻ, ഷഅബാനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ, ഷഅബാൻ ആഗതമായാൽ, അഗ്ലഖ തിജാറതഹു വതഫറഅ ലിഖിറാഅത്തിൽ ഖുർആൻ, കച്ചവടം അടച്ചു വെക്കുന്നതാണ്. അവരുടെ ജോലികളെല്ലാം അവരെന്ത് ചെയ്യും? നിർത്തിവെക്കും, സ്ഥാപനങ്ങളൊക്കെ അടച്ചിടും. എന്നിട്ട് അവര് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി അവരുടെ സമയത്തെ മാറ്റിവെക്കും. വഖാന യഖൂൽ തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇപ്രകാരം വിളിച്ചു പറയുമെന്നാണ്, റമദാനിന് മുമ്പ് തന്റെ മനസ്സിനെ നന്നാക്കിയവന് മംഗളം, തന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചവന് മംഗളം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ നന്നാക്കി വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിനെ സ്വീകരിക്കാനും റമദാനിലെ നോമ്പുകൾ പൂർണ്ണമായി നോൽക്കുവാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين.